ഈ കുറേ അധികം കാലമായി ലേക്ക് ഷോറിൽ ഏതാണ്ട് 25 വർഷത്തോളം ലേക്ക് ഷോറിലെ ശസ്ത്രക്രിയ വിദഗ്ധനും അതേപോലെ ലോകമറിയുന്ന വൃക്കരോഗ വിദഗ്ധനുമായ ഡോക്ടർ ജോർജ് പി എബ്രഹാം അദ്ദേഹത്തിനെ മരിച്ച നിലയിൽ കൊച്ചിയിലെ നെടുമ്പാശ്ശേരിയിൽ അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിൽ കണ്ടെത്തി എന്നുള്ളതാണ്. ഞാൻ പ്രേക്ഷകരോട് സ്വകാര്യം കൂടി പറയാതെ എൻ്റെ ഒരു ഡോക്ടർ കൂടിയായിരുന്നു. ഞാൻ സംഘടിപ്പിക്കുന്ന ചില സംവാദങ്ങളിലൊക്കെ നമ്മൾ തമ്മിൽ പോലെ ചില സംവാദങ്ങളിലൊക്കെ ഈ ഡോക്ടർ ജോർജ് പി എബ്രഹാം പങ്കെടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഞാൻ ഈ ഒരു കഷ്ടിച്ചൊരു 8-9 മാസങ്ങൾക്ക് മുമ്പ് ലേക്ക് ഷോറിൽ പോയി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കെയറൊക്കെ എടുത്ത ആളാണ്. അദ്ദേഹത്തിനോട് ഞാൻ ചെറിയൊരു അസുഖമായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അപ്പോഴൊക്കെ അദ്ദേഹം വളരെ ചിരിച്ച് തമാശകളൊക്കെ പറഞ്ഞ് നമ്മളോട് പെരുമാറുന്ന ഡോക്ടർ ജോർജ് പി എബ്രഹാം അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ് ശരിക്കും. ഒരുപക്ഷെ ലോകത്ത് 2500ഓളം വൃക്കരോഗ ശസ്ത്രക്രിയ ചെയ്ത ആളാണ് അദ്ദേഹം. അദ്ദേഹം ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് കയറാൻ പറ്റിയ ആളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 25 വർഷമായി രോഗികൾക്ക് ഏറ്റവും സുപരിചിതനാണ് ഈ ഡോക്ടർ ജോർജ് പി എബ്രഹാം. എന്താ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല. മാത്രമല്ല ജീവിതത്തെ വളരെ ലാഘവത്തോടെയും സന്തോഷത്തോടെയും കാണുന്ന വളരെ ജോവിയലായി നടക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഞെട്ടിപ്പോയിട്ടുണ്ട് വൈദ്യശാസ്ത്ര സമൂഹം, അതേപോലെ തന്നെ ലേക്ക് ഷോർ ആശുപത്രിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും. അവരുടെ ദുഃഖത്തിൽ അവരുടെ ഈ വിയോഗമുണ്ടാക്കുന്ന വേദനയിൽ ഞാനും പങ്കുചേരുന്നു. എനിക്ക് പ്രിയപ്പെട്ട ഡോക്ടറായിരുന്നു ഡോക്ടർ ജോർജ് പി എബ്രഹാം. അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നെ വല്ലാതെ ഇന്ന് മോർണിംഗിൽ ഷോക്ക് ഏൽപ്പിച്ചു എന്നത് തുറന്നു പറയട്ടെ.